വടുകപ്പുളി നാരങ്ങ അല്ലെങ്കിൽ കറുനാരങ്ങ ഇത് വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് ഇന്നത്തെ റെസിപ്പി. പ്രഥമൻ കഴിക്കുമ്പോൾ തൊട്ട് കൂട്ടുന്ന ഒരു വിഭവമാണിത്. ഇലയുടെ ലെഫ്റ്റ് സൈഡിലെ ഇഞ്ചിക്കറിക്ക് ശേഷമാണ് ഇത് വിളമ്പാറുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഇതേപോലെ മീഡിയം സൈസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് തിളച്ച ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം പൊട്ടിപ്പോകരുത്. നന്നായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഇത്രയും മതി. ഇനിയൊന്ന് എടുത്ത് മാറ്റാം. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് 2 വശം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതേപോലെ കട്ട് ചെയ്യുക. ഉള്ളിലുള്ള കുരു എല്ലാം നീക്കണം. പിന്നെ ആ വെളുത്തിരിക്കുന്ന പാട പോലെയുള്ളതും വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം വീണ്ടും ഒന്ന് കട്ട് ചെയ്യുക. കുരുവൊക്കെ നീക്കിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കാം. ഇനി ചെറിയ പീസസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ചെറിയ പീസസ് ആക്കി എല്ലാം ഒന്ന് എടുത്ത് മാറ്റിട്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിക്കാം. 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് ഇവിടെ 3 എണ്ണം ചെറുതായി അരിഞ്ഞതാണ്. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ് മുളക്. ഇനി ഇതിലേക്ക് ഈന്തപ്പഴം ഒരു 15 എണ്ണം, ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരിയിൽ ഒന്ന് കുതിർത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്താണ്. അതും ചേർത്ത് കൊടുക്കാം. ഒരു 15 തൊട്ട് 20 ഈന്തപ്പഴം വരെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 കപ്പാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ. 1.5 കപ്പോളം ഉണ്ടായിരുന്നു. അതും നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നാരങ്ങയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഊറി വരും. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് നാരങ്ങ തന്നെ എടുക്കുക. കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഏകദേശം വെള്ളം ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് തിളച്ച് വരണം. ഇതിലേക്ക് നമുക്ക് ഉലുവയും കടുകും കായവും ചൂടാക്കി പൊടിച്ചത് ഒരു 1/2 തൊട്ട് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായി. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇതേപോലെ അടുത്ത വിഭവമായിട്ട് കാണാം. താങ്ക്